Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. അപ്പൊ നമ്മള് എത്തിക്കലായ ലീഗൽ ഇഷ്യൂസ് അല്ലെ എന്താണ് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? Ethical and legal issues. നേരാവുന്നില്ല, Code of conduct. വ്യക്തമാവുന്നില്ല. മെസ്സേജ് അയച്ചാൽ മതി. Employee board members have to be acting in the particular situation. Legal law means set of the rules of lead human action. എന്തായാലും നമുക്ക് അല്ലെ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടായിരുന്നോ? കുറച്ച് നമ്മള് കുറച്ച് അല്ലെ അത്യാവശ്യം കുറച്ച് ടോപ്പിക്കേ എടുത്തുള്ളൂ. നമുക്കറിയാം ഇതിന്റെ ആക്ടുകളൊക്കെ ആയതുകൊണ്ട് തന്നെ കേറാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് കുറച്ച് അല്ലെ എത്തിക്കൽ ആക്ട്സ് എന്താണ് അല്ലെ മോറലായിട്ട്, അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവര് അവരുടെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ഉള്ള ധാർമ്മിക മൂല്യ കാഴ്ചപ്പാടുകൾ, അതോടൊപ്പം തന്നെ ലീഗലായിട്ട് നിയമവശങ്ങളായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഒരു അവബോധം. ഇതിന്റെ നെക്സ്റ്റ് ടോപ്പിക് നമ്മള് ഇതാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ. ഇതിന്റെ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു, റീസൺസ്. ഓക്കെ, 5 റീസൺസ് ആണ് നമ്മൾ പറഞ്ഞത്. അതായത് നമ്മൾക്ക് മനസ്സിലായത്, അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് അവർക്ക് വ്യക്തമായിട്ട് ഈ ലീഗലായിട്ടുള്ള നിയമ നടപടി വ്യവസ്ഥകളെ കുറിച്ച് അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകൾ അവരുടെ ഡ്യൂട്ടിയുമായുള്ള ആ ഒരു ധാർമ്മിക കാഴ്ചപ്പാടുകളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് എന്ത് ഇഷ്യൂസ് വന്നാലും അവർക്ക് അതനുസരിച്ചിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കാനായിട്ടൊക്കെ സാധിക്കും. അതായത് ഇപ്പോ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് കേസ് കൊണ്ടുവരികയാണ്, അപ്പൊ അത് ലീഗലായിട്ടുള്ള ഇഷ്യൂസിനൊക്കെ സാധ്യതയുണ്ടായെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരെ ഇതിന്റെ ഫോമുകളെല്ലാം ഇതിനുള്ള ഫോമുകളെല്ലാം പൂരിപ്പിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കൺസേർട്ട് ഫോമുകളെല്ലാം സൈൻ ചെയ്യിപ്പിക്കേണ്ടവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ടൊക്കെ അത്തരം കേസുകൾ അറ്റൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് പാടുള്ളൂ. അതായത് ഇൻ കേസ് നമുക്കറിയാം, ഒരു ഡോക്ടറിന്റെ മുമ്പില് ഒരു പേഷ്യന്റ് വരുമ്പോൾ ഡോക്ടർക്ക് ഡോക്ടറിനെ ശുശ്രൂഷിക്കേണ്ട ഡ്യൂട്ടി ചെയ്യാം അല്ലെ, അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഒപ്പം തന്നെ ലീഗലായിട്ടുള്ള എന്തെങ്കിലും മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു അത്യാവശ്യ ഘടകമാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഇതിനെ കുറിച്ചുള്ള നല്ല അവബോധം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ഹോസ്പിറ്റലിൽ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാവുള്ളൂ അല്ലെ. ഇങ്ങനെ ഫോമുകൾ ലീഗൽ കേസുകളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഫോമുകൾ അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ട അറിയിക്കേണ്ടവരെ ചിലപ്പോൾ പോലീസിനെ അറിയിച്ചിട്ടാണ് അറിയിക്കാൻ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിലേറ്റീവ്സിന് എന്തെങ്കിലും ഇൻഫോർമേഷൻസ് പാസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇൻഫോം ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നുള്ള നിയമങ്ങൾ അവർ രൂപീകരിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ നല്ല ഒരു അവബോധം, ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് നല്ലൊരു അവബോധം അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് ഉണ്ടായിരിക്കും. കാരണം ഇതില് പ്രധാനമായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് ഒരുപാട് ആക്ടുകളാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത്. അതായത് ഹോസ്പിറ്റൽ ആകുമ്പോൾ അതിൻ്റെതായ കുറെ നിയമവശങ്ങളുണ്ട്. അവിടെയുള്ള വർക്കേഴ്സിൻ്റെതായിട്ടുള്ള വേജസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഹോസ്പിറ്റലിൽ നിന്ന് സർവീസ് കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും മാറ്ററൊക്കെ ആയിട്ട് കേസുകൾ ചർച്ച ചെയ്ത് വന്നാലും കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ടെസ്റ്റിമോണി എന്ന് പറയുമ്പോൾ ഒരു സാക്ഷ്യപത്രമാണ്. അതായത് നമ്മളിപ്പോ അല്ലെ ഒരു ട്രാൻസ്ഫോർമേഷനിലൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു, ടെസ്റ്റിമോണി എന്ന് പറയുന്നത് എന്താ, നമ്മളത് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ് അല്ലെ, നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോവുകയാണ് എന്ന് സാക്ഷ്യപത്രം അത് റിലേറ്റീവ്സിനെ കൊണ്ട് സൈൻ ചെയ്ത് മേടിച്ചിട്ട് ശേഷം മാത്രമേ, അതല്ലെങ്കിൽ ഡോക്ടറിന്റെ പെർമിഷൻ അല്ലെ, അവരുടെ ആ പെർമിഷൻ കിട്ടുന്ന സാക്ഷ്യപത്രം ഒരു നമ്മൾ സാധാരണയായിട്ട് ആ ഒപ്പോട് കൂടിയിട്ട് അല്ലെ സൈനോട് കൂടിയിട്ടാണ് മേടിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ രോഗിയെ ഇവിടെ ട്രീറ്റ്മെന്റ് പോരാ എങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അത് റിലേറ്റീവ്സിൽ നിന്ന് സാക്ഷ്യപത്രം നമ്മൾ എഴുതി മേടിക്കാൻ, അതായത് ഹോസ്പിറ്റലുകാരെ കൃത്യമായിട്ട് എഴുതി അതിന്റെ സൈനൊക്കെ മേടിക്കാനാണ് അതാണ് ടെസ്റ്റിമോണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയറായോ? അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മാറ്റേഴ്സ്. ഇപ്പൊ ഇതിനകത്ത് തന്നെ ട്രാൻസ്ഫോർമേഷനിൽ നമ്മൾ കണ്ട മാതിരി തന്നെ
എന്തെങ്കിലും ലീഗൽ ആക്ഷൻസ് വരുമ്പോൾ ഒരു കൃത്യമായ എവിഡൻസ് പ്രൂവ് ചെയ്യാൻ, അല്ലെ, അത് തെളിയിക്കപ്പെടാനായിട്ട് കാണിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആക്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അറിഞ്ഞാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, നിയമ നടപടി വ്യവസ്ഥകളെല്ലാം പാലിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ അതില് പ്രധാനമായിട്ടും നമ്മൾ കണ്ടത് എന്താണ്, 2-3 പോയിന്റ്. ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള റീസൺ, ഇതിന്റെ കാരണങ്ങളാണ് കണ്ടത്. അപ്പൊ അതിൽ 5 പോയിന്റ് ഞാൻ പറഞ്ഞു പോകാം. കാരണം ഇന്നത്തെ കാലത്ത് വർദ്ധിച്ചു വരുന്ന മെഡിക്കൽ ലീഗൽ കേസുകൾ നമുക്കറിയാറുണ്ട്, അല്ലെ, ശുശ്രൂഷിക്കുക എന്നുള്ളത് നാച്ചുറലി ഉണ്ടാകുന്ന അസുഖത്തിനേക്കാളും റയറായിട്ടുള്ള കുറച്ച് കേസുകൾ, അല്ലെ, ലീഗലായിട്ടുള്ള കേസുകൾ വളരെ കുറച്ചാണ്. അപ്പൊ നമുക്കറിയാം, പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ തന്നെ ആക്സിഡന്റ് കേസുകളും അല്ലെങ്കിൽ വെട്ടിക്കൊല അല്ലെങ്കിൽ അടിച്ചുപറി എന്തെങ്കിലും, അല്ലെ, ഇഷ്യൂസ് ഒരുപാട് കൂടുതലാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പേഷ്യൻസ് ഓരോ ഹോസ്പിറ്റലിൽ സമീപിക്കുന്നതും കൂടുതലായിരിക്കും. സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീഡിംഗ്സ്, അതായത് നല്ല അവബോധമുണ്ട് എങ്കിൽ, അല്ലെ, ആ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരെ നല്ല അവബോധത്തോടു കൂടിയിട്ടാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തെങ്കിൽ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് പോകുന്നതെന്ന് അതിനനുസരിച്ചുള്ള പേപ്പേഴ്സ് സൈനിങ്, അല്ലെ, ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്തിട്ടായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളൊക്കെ ലഘൂകരിച്ചു കൊണ്ടുപോകാൻ സാധിക്കും, അല്ലെ. എന്തെങ്കിലും കേസുകൾ, അല്ലെ, ചോദ്യത്തിന് ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോൾ തന്നെ എവിഡൻസുകൾ കാണിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ, അതായത് ആ ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ ശുശ്രൂഷ എത്രത്തോളം ക്വാളിറ്റി നിറഞ്ഞതാണ്, അല്ലെ. നമുക്കറിയാം, രോഗിക്ക് അർഹമായ ശുശ്രൂഷ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സുമാര് പ്രദാനം ചെയ്യുന്നുണ്ട്. താനും ലീഗലായിട്ടുള്ള നടപടികൾക്ക് അവര് അതിനുള്ള ചാൻസുകളും, അല്ലെ, ഒരുക്കി വെക്കുന്നുണ്ട്. അപ്പൊ അത് ആ മെഡിക്കൽ കെയർ നല്ല രീതിയിലുള്ള ഗുണമേന്മയോടുകൂടിയിട്ടുള്ള കെയർ ആണ് കൊടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. വീണ്ടും എന്താണ്, പിന്നെ ലോയേഴ്സിന്റെ കാര്യത്തിൽ നമുക്കറിയാം, അല്ലെ, ലോയേഴ്സിന് ഒരുപാട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മെഡിക്കൽ ഹോസ്പിറ്റലിലൊക്കെ വന്ന് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വില കൊടുക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമുക്കറിയാം, അവര് കുറെ ആക്ടുകളും, അല്ലെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നന്നായിട്ട് പ്രാക്ടിക്കലായിട്ട് വർക്ക് ചെയ്തിട്ടാണ് അവർ കേസുകൾ കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്. അപ്പൊ ഇവരുടെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകം എന്ന നിലയിൽ നമ്മുടെ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സും പേപ്പറുകളും, അല്ലെ, സൈൻ ചെയ്ത പേപ്പേഴ്സും കൺസൈൻഡ് ഫോമുകളൊക്കെ വരുമ്പോൾ അവർക്ക് എന്താണ്, എവിഡൻസുകളാണ്. അപ്പൊ നല്ലൊരു എവിഡൻസ് ആയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഓഫീസ്, അല്ലെ, അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവര് രൂപീകരിച്ചിരിക്കുന്ന ഈ നയങ്ങൾ കൊണ്ട് അത് വ്യക്തമാക്കി കൊടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്, അപ്പൊ ഇത്തരത്തിലുള്ള കോംപ്ലക്സ് ഇഷ്യൂസുകൾ, അല്ലെ, സങ്കീർണമായ പ്രശ്നങ്ങളെയൊക്കെ നന്നായി തന്നെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. മെഡിക്കൽ പ്രൊഫഷണൽസ് ടു ഡു ദ റൈറ്റ് തിങ്സ് ആൻഡ് പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം സില്ലി ലിറ്റിഗേഷൻസ്. അതായത് ഇപ്പൊ ലോയേഴ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും ഏത് വർക്ക്, അല്ലെ, അക്കൗണ്ടന്റ് ആണെങ്കിലും ആരാണെങ്കിലും വർക്ക് ചെയ്യുന്ന ചെറിയ അപകടങ്ങളല്ല, എന്തെങ്കിലുമൊക്കെ സാധ്യതകളുണ്ട്. എല്ലാവരും മാനുഷികമായിട്ട് എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിച്ചു പോകാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സില്ലി പ്രോബ്ലംസിനെല്ലാം ഇത്തരത്തില്, അല്ലെ, മെഡിക്കൽ നമുക്കറിയാം, ചിലപ്പോ സൈൻ മേടിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്, അല്ലെ, എന്തെങ്കിലും ചിലപ്പോ ആ ഡേറ്റ് ചെയ്താൽ വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റേഴ്സ് ആണെങ്കിൽ അതുമായി മുന്നോട്ട് പോകാനായിട്ട്, അപ്പൊ കൃത്യമായിട്ട് തന്നെ എന്റെ സമയത്തിന്റെ കാര്യത്തിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഫോമിൽ അവർ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, അത് എവിഡൻസ് ആയിട്ട് കാണിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ചെറിയ ചെറിയ കേസുകൾക്ക്, അല്ലെ, ചെറിയ ചെറിയ വ്യവഹാരങ്ങൾക്കെല്ലാം പരിഹാരം സ്വന്തമായി തന്നെയുള്ള എന്തെങ്കിലും പ്രോബ്ലംസുകളെല്ലാം പ്രൊട്ടക്ട് ചെയ്യാനും ഇത്തരം കാര്യങ്ങൾ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ലീഗലായിട്ട് നല്ല അവബോധമുള്ളവർക്കാണ്, അല്ലെ, ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്കാണ് ഈ കേസുകളൊക്കെ ലഘൂകരിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. വീണ്ടും എന്താ പറയുന്നത്, ഇൻക്രീസിംഗ് അവയർനെസ് among the public about the duties and the obligations of medical practitioners as well as of hospitals. അതായത് നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിലെ ഒരു, അല്ലെ, രോഗി വരുമ്പോൾ ആ രോഗിക്ക് ചികിത്സ കൊടുക്കേണ്ട ഒരു ഡ്യൂട്ടി ആർക്കുണ്ട്, അവിടെയുള്ള ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും മറ്റെല്ലാവർക്കും. അപ്പൊ യഥാവിധി അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നതോടൊപ്പം തന്നെയാണ് ലീഗലായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യുന്നത്. അപ്പൊ ഒരു, അല്ലെ, നമ്മളിപ്പോ ഒരു എന്തെങ്കിലും ഒരു ആക്സിഡന്റ് കേസ് അല്ലെങ്കിൽ എന്തെങ്കിലും, അല്ലെ, രീതിയിലുള്ള സൂയിസൈഡ് കേസുകൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമ്പോൾ അവര് ഒത്തിരി, അല്ലെ, ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും റിലേറ്റീവ്സ് ഒക്കെ ഈ പേഷ്യൻസിനെ കൊണ്ടുവരുന്നത്. ഇവരെന്താണോ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ആകാംക്ഷാഭരിതരായിട്ടായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ
ഡീല് ചെയ്യാനായിട്ട് വരുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ അല്ലെ അവര് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അറിയാം അവരവരുടെ ഡ്യൂട്ടി പ്രോപ്പറായിട്ട് ചെയ്തു പോകുന്നുണ്ടാവും. കാരണം 1 by 1 ആയിട്ട് കേസുകൾ നല്ല പരിചിതമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് പേഷ്യന്റിന് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാകും. അതോടൊപ്പം തന്നെ പേപ്പർ വർക്കുകളെല്ലാം അവര് നടത്തിക്കൊണ്ട് പോകുന്നുണ്ടാവും. അപ്പൊ കൃത്യമായിട്ടും ഹോസ്പിറ്റലിന്റെ ആ നല്ലൊരു നടത്തി അത് ജനങ്ങൾക്ക് ബോധ്യവാന്മാരാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ 6th പോയിന്റിൽ പറയുന്നത്. ഇൻക്രീസിംഗ് അവയർനെസ് among the public about the duties and obligations of medical practitioners as well as hospital. ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സ് അല്ലെ മെഡിക്കൽ ആയിട്ടുള്ള പ്രാക്ടീഷണേഴ്സിന്റെ അവരുടെ കടമകളും ഡ്യൂട്ടികളും എങ്ങനെയാണ് എത്രത്തോളം നല്ല രീതിയിലാണ് നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് ജനങ്ങൾക്ക് ബോധ്യവാന്മാരാക്കാൻ കൂടി ഇത് സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ നല്ല ലീഗലായിട്ടുള്ള അവയർനെസ് ഉള്ളവർക്കാണ് അവരുടെ പേപ്പർ വർക്കുകൾ ഇങ്ങനെ ചെയ്യേണ്ടതുണ്ടാവും. രോഗിക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ടാവും. അപ്പൊ നല്ലൊരു അവബോധം ഇതിനെ കുറിച്ചിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവിലുള്ളവർക്ക് നല്ലൊരു അവബോധം ഉണ്ടാകുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഏതെങ്കിലും പോയിന്റ്? ലാസ്റ്റ് പോയിന്റ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം. അതായത് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് it helps the medical professionals to do the right things and protect themselves from silly litigation. അതായത് അവർക്ക് അവരുടെ കാര്യങ്ങൾ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അല്ലെ. പ്രൊഫഷനിൽ അവരുടെ ഡോക്ടേഴ്സും നഴ്സുമാരും എല്ലാം അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. അപ്പൊ അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്തു പോയിട്ടുണ്ടാവാം, അവർ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ചെറിയൊരു പ്രോബ്ലംസ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു സൈൻ മേടിക്കാൻ വിട്ടുപോയി, അല്ലെങ്കിൽ ഒരു ഡേറ്റ് ചെയ്താനൊക്കെ ആയിട്ട് വിട്ടുപോയി അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇതെന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് ഒരു ഫാൾട്ട് തന്നെയാണ്, തെറ്റ് തന്നെയാണ്. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം മറ്റൊരു ഓപ്ഷൻ എന്താണെന്നുള്ളത് കണ്ടെത്താനായിട്ട് ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർ രൂപീകരിച്ചിരിക്കുന്ന മറ്റു കാര്യങ്ങൾ കൊണ്ട് സാധ്യമാകും എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ ഇനി കയറിയിരിക്കുന്ന അപ്പോയിന്റ്മെന്റ് ടൈം അത് വേറെ ഏതെങ്കിലും പ്ലേസിൽ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റും ടൈമും അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ആ ഫോമിൽ ചിലപ്പോൾ കൊടുത്തിട്ടില്ലെങ്കിൽ കൂടി ആ കയറി ചെല്ലുമ്പോഴല്ലേ അറ്റ് ദ മൊമെന്റില് ഒരു പക്ഷേ റിസപ്ഷനിസ്റ്റിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ടൈമിൽ നിന്ന് അതിന്റെ ഫീൽഡിൽ നിന്ന് ഇവർക്ക് ചാർട്ടിലേക്ക് ഒപ്പിച്ചൊരു എവിഡൻസ് ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ പല തീരുമാനങ്ങൾ പല നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നല്ല അവബോധത്തോടു കൂടിയിട്ട് ഇന്നിന്റെ നല്ല റൂൾസുകൾ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ചെറിയ പ്രോബ്ലംസിനൊക്കെ അവർക്ക് മറ്റൊരു എവിഡൻസ് കൊടുത്ത് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നത്. ഇത് ഹെൽപ്പ് മെഡിക്കൽ പ്രൊഫഷണൽസ് ടു ഡു ദ റൈറ്റ് തിങ്സ്. അവർ ചെയ്യുന്നതൊക്കെ ശരിയാണ്. ആൻഡ് പ്രൊട്ടക്ട് themselves from silly litigations. അവരെ തന്നെ എന്താണ് അല്ലെ സെൽഫായിട്ട് നമുക്ക് ചെറിയ വ്യവഹാരങ്ങൾക്ക് എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രൊട്ടക്ട് ചെയ്യണം. അവർക്ക് ഒരു സംരക്ഷണം കൂടി ഇത്തരത്തിലുള്ള കോഴ്സുകൾ കൊണ്ട് അല്ലെ നല്ല അവബോധമുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവരുടെ തീരുമാനം കൊണ്ട് സാധിക്കുമെന്നുള്ളത്. ഇനി വീണ്ടും 6th പോയിന്റിൽ പറയുന്നത് ഇൻക്രീസിംഗ് അവയർനെസ് എമംഗ് ദ പബ്ലിക്. അതായത് ജനങ്ങളുടെ ഇടയിൽ നല്ല ബോധവാന്മാരാക്കുക. എന്തിനെ കുറിച്ച്? about the duties and obligations of a medical practitioners as well as a hospital. അതായത് ആ ഹോസ്പിറ്റലിൽ ചെന്ന് നേരത്തെ പറഞ്ഞ പെട്ടെന്ന് ഒരു ഫാക്ടറായിട്ട് ചെല്ലുമ്പോൾ അവർക്ക് എന്താ ചെയ്യണെന്നുള്ള അവബോധം അല്ലെ അത് അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ജനങ്ങൾക്ക് വിശ്വസനീയമായെന്ന് വരില്ല. ഇത് ഇപ്പോ നമ്മളൊരു ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അയ്യോ ഇങ്ങനെ കേസ് വരുമ്പോൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കിട്ടോ, ഈ വ്യക്തിയെ പരിചരിക്കുവോ, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോബ്ലത്തോട് കൂടിയിട്ടായിരിക്കും റിലേറ്റീവ്സ് കൊണ്ടുപോവുക. കാരണം അങ്ങനത്തെ അങ്ങനത്തെ മാറ്ററുകളാകുമ്പോൾ അല്ലെ വെല്ലടിച്ചുപിടി കേസുകളോ തല്ലലോ അല്ലെങ്കിൽ വെട്ടിക്കൊല ചെയ്യുക അങ്ങനത്തെ അല്ലെ നമുക്കറിയാം. ഒരു ആക്സിഡന്റ് കേസോ അങ്ങനെയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ സൂയിസൈഡ് കേസൊക്കെ വരുമ്പോൾ നമുക്ക് അതിന് എങ്ങനെയാണ് ഹോസ്പിറ്റൽ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാകുമ്പോൾ അത് കൃത്യമായിട്ടുള്ള രീതിയിലാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണ് അവർ കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് ഡോക്ടേഴ്സ് നഴ്സുമാര് അവർ മസ്റ്റായിട്ട് കൊടുക്കുകയും ചെയ്യും. ലീഗൽ ആയിട്ടുള്ള നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫോമും കാര്യങ്ങളൊക്കെ അത് നല്ല ഒരു അവയർനെസ് ഉള്ള ആൾക്കറിയാം എന്തൊക്കെയാ ലീഗൽ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മുൻകൂട്ടിക്കൊണ്ട് അവര് അറിയിക്കുന്നവരെ അറിയിക്കുകയും ഫോമുകൾ പൂരിപ്പിച്ച് സൈനുകളൊക്കെ മേടിക്കേണ്ടതൊക്കെ മേടിച്ചിട്ടായിരിക്കും
ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. അപ്പൊ ജനങ്ങളുടെ ഇടയിൽ നല്ല ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനെ കുറിച്ചിട്ടുള്ള നല്ല അവബോധം ഉളവാക്കി കൊടുക്കാനായിട്ടും ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവർക്ക് സാധിക്കും. കാരണം എന്തുകൊണ്ട് അവർക്ക് നല്ലൊരു അറിവ് എന്താണ് ലീഗലായിട്ടുള്ള മാറ്റേഴ്സിനെ കുറിച്ചൊക്കെ നല്ലൊരു അറിവ് ഇവർക്കുണ്ട് എന്നുള്ളത്. എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് അവരെ പരിചരിക്കേണ്ട രോഗിക്ക് കൊടുക്കേണ്ട ചികിത്സയും അവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ നല്ല നോളജ് ഉള്ളത് കൊണ്ടാണ് അവരത് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് മെഡിക്കൽ ലീഗൽ കേസ്. നമ്മൾ കണ്ടിരുന്ന ഇങ്ങനെ ഒരുപാട് കേസുകളൊക്കെ വരുമ്പോഴാണ് ഇത്തരം മാറ്റേഴ്സ് ധാർമ്മിക കാഴ്ചപ്പാടുകളും അതോടൊപ്പം തന്നെ ലീഗലായിട്ടുള്ള ആ ഒരു മാറ്റേഴ്സും കൈകാര്യം ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ വ്യക്തികളെ കൈകാര്യം ചെയ്യുന്നത് നോക്കാം. Is a case of injury or illness where the attending doctor, after history taking and clinical examination, considers that the investigations by law enforcing agencies are to find out the circumstances and fix the responsibility regarding the same. അതായത് നമ്മളിപ്പോ കണ്ടു അല്ലെ, എന്തെങ്കിലും സൂയിസൈഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധപ്പെടുത്ത കേസോ അല്ലെങ്കിൽ ആക്സിഡന്റ് കേസോ അങ്ങനെ എന്തെങ്കിലും അല്ലെ മറ്റുള്ളവരെ അപായപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോഴോ ഒരു രോഗിയെ ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോഴും ആദ്യം തന്നെ എന്താണ് നമ്മുടെ എത്തിക്കലായിട്ടുള്ള ആസ്പെക്ട് അല്ലെ, അവരുടെ ആവശ്യം ക്ലിയർ ചെയ്യേണ്ടത്. അപ്പൊ രോഗിയുടെ ഡോക്ടേഴ്സ് എന്താണ് ഒരു കേസ് കൊണ്ടുവരുമ്പോൾ ആദ്യം തന്നെ ചോദിക്കും അല്ലെ, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, ആരെങ്കിലും തല്ലിയേക്കാണോ അല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിച്ചിട്ടാണോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം, അതാണ് ഹിസ്റ്ററി അല്ലെ. രോഗിയെ സംബന്ധിച്ചുള്ള ആ ഹിസ്റ്ററി ചെകഞ്ഞ് അറിഞ്ഞിട്ട് അവരതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കും. ക്ലിനിക്കൽ എക്സാമിനേഷൻ പറയുന്നത് അവർ ട്രീറ്റ്മെന്റ് കൊടുക്കും. അതാണ് ഇൻ കേസ് ഓഫ് ഇഞ്ചുറി ഓർ ഇൽനസ് വേർ ദ അറ്റൻഡിംഗ് ഡോക്ടർ ആഫ്റ്റർ ഹിസ്റ്ററി ടേക്കിംഗ് ആൻഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ. വീണ്ടും പറയുന്നത് കൺസിഡേഴ്സ് ദാറ്റ് ദി ഇൻവെസ്റ്റിഗേഷൻ ബൈ ലോ enforcing agencies are warranted to find out the circumstances and fix the responsibility regarding the same. അതിനുശേഷം എന്താണെങ്കിലും നമുക്കറിയാം ക്രിമിനൽ കേസുകളും സംഭവങ്ങളൊക്കെ ആണെങ്കിലും അല്ലെ ഏതെങ്കിലും ഏജൻസിക്ക് ഇവരെ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതുണ്ടോ അല്ലെ, എന്തെങ്കിലും അനുവദിച്ചിട്ടുണ്ടോ, അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ള സാഹചര്യം കൂടി ഇവര് ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഡോക്ടറിന്റെ ഡ്യൂട്ടി ചെയ്യേണ്ടതുണ്ട്. അതനുസരിച്ചിട്ട് എന്ത് അസുഖം എന്താണോ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതിന് അതിനുശേഷം ക്ലിനിക്കൽ എക്സാമിനേഷൻ ഒക്കെ നടത്തി അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ് ഏജൻസികൾ എന്താണ് അല്ലെ ഫോഴ്സ് ചെയ്യുന്നുണ്ടാവും ഇന്ന ഡോക്ടേഴ്സിനെ. കേസിൽ നമുക്കറിയാം കോടതിയിൽ തന്നെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന രോഗികൾക്ക് വരെ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്. അപ്പൊ അവരെന്താ ചെയ്യുന്നത്, ട്രീറ്റ്മെന്റ് ഓൾറെഡി ഡോക്ടേഴ്സ് കൊടുക്കും, പക്ഷെ അവരെ കൈകാര്യം ചെയ്യാൻ അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അതായത് അവരെ നോക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഏജൻസിക്കാണോ അത് അവർക്ക് ആ ഡ്യൂട്ടി നിർവഹിക്കാനുള്ള സാഹചര്യം കൂടി ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. അതാണ് മെഡിക്കൽ ലീഗൽ കേസുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴുണ്ടാവുന്ന പ്രത്യേകത. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? എന്താണ് മെഡിക്കൽ ലീഗൽ കേസുകൾ എന്ന് നോക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എക്സാമ്പിൾസ് ഓഫ് മെഡിക്കൽ ലീഗൽ കേസസ്. ഇത്തരത്തിലുള്ള ഇങ്ങനത്തെ ഇഷ്യൂസ് ഉള്ള അല്ലെ എന്തെങ്കിലും മെഡിക്കൽ ലീഗൽ കേസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് RTA, റെയിൽ ആക്സിഡന്റ്, ഫാക്ടറി ആക്സിഡന്റ് ഓർ എനി അതർ അൺനാച്ചുറൽ ആക്സിഡൻസ്. RTA എന്ന് പറയുന്നത് എന്താണ്, റോഡ് ട്രാഫിക് ആക്സിഡന്റ്, അതായത് റോഡ് മുഖേന അല്ലെ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്സിഡന്റുകൾ. റെയിൽ ആക്സിഡന്റ്, റോഡ് ട്രാഫിക് ആക്സിഡൻസ്, rail accidents, factory accidents or any other unnatural accidents. നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഇൻസിഡൻസ് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുന്നതെല്ലാം എന്താണ് ഇത്തരത്തിലുള്ള മെഡിക്കൽ ലീഗൽ കേസുകളാണ്. സസ്പെക്ടഡ് ഹോമിസൈഡ്, സൂയിസൈഡ്, ആത്മഹത്യകളും അല്ലെങ്കിൽ നരഹത്യകളും അല്ലെ സംശയാസ്പദമായ രീതിയിലുള്ള നരഹത്യകള് ആത്മഹത്യകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ലീഗൽ കേസുകൾ കൂടി ഉള്ളതാണ്. Suspected or evident poisonings, alcohol, intoxication. അതായത് അതിലെന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ
സംശയാസ്പദമായ രീതിയിൽ തന്നെ പോയിസൺ എന്തെങ്കിലും രീതിയിൽ പോയിസൺ കഴിച്ചിട്ട് എന്തെങ്കിലും സ്ഥിതിവശമായവരോ അല്ലെങ്കിൽ ആൽക്കഹോൾ നമുക്കറിയാം ഇങ്ങനെ മദ്യത്തിന് മയക്കുമരുന്നൊക്കെ അധികം അല്ലെ കൊടുത്തുകൊണ്ട് വ്യക്തികളൊക്കെ അല്ലെ കൈകാര്യം ചെയ്യുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള പേഷ്യൻസ് ഏതെങ്കിലും രീതിയിൽ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് മയക്കുമരുന്നൊക്കെ കൊടുത്ത് അങ്ങനെയുള്ള കേസസ് ഒക്കെ അന്വേഷിക്കുമ്പോൾ then burn injury due to any എവിഡന്റ് പോയിസണിങ്, അതായത് പോയിസണിന്റെ സാധ്യതയുള്ള കേസുകൾ, അതായത് നമുക്കറിയാലോ വിഷം ഉള്ളിൽ ചെല്ലും എന്നുള്ള എന്തെങ്കിലും എവിഡൻസ് എന്തെങ്കിലും തെളിവുള്ള പോയിസണിങ് കേസ്. അതായത് നമുക്കറിയാം ഈ കുട്ടി ഇങ്ങനെ എന്തെങ്കിലും അബോധാവസ്ഥയിലായതുകൊണ്ട് ചിലപ്പോൾ വോമിറ്റിംഗ് ഛർദിയൊക്കെ വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും എന്തെങ്കിലും പോയിസൺ കഴിച്ചിട്ടാണെന്നതാണെന്ന് സ്ഥിരീകരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത്തരം സംശയാസ്പദമായ എന്നുള്ളത് ഉണ്ട്. ഒപ്പം തന്നെ പോയിസണിന്റെ കാര്യത്തിലാണ് സംശയം വന്നിരിക്കുന്നത്. അതേമാതിരി തന്നെ ആൽക്കഹോൾ ഇൻഡ്യൂസിയേഷൻ, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മയക്കുമരുന്ന് അത് കൂടുതൽ കൊടുത്തുകൊണ്ടുള്ള ചാൻസ് ഉള്ള വ്യക്തികൾ. എന്താണ് ബേൺ ഇഞ്ചുറീസ് ടു എനി കേസ്, ഇലക്ട്രോക്യുവേഷൻ, അതായത് നമുക്കറിയാം കറണ്ട് അല്ലെ, നമുക്ക് ഷോക്ക് അടിച്ചുകൊണ്ട് അടുപ്പിച്ച് കുറച്ച് അല്ലെ അങ്ങനെയൊക്കെ വന്ന് പൊള്ളലും കാര്യങ്ങളൊക്കെ ഏറ്റിട്ട് വരുന്ന പേഷ്യൻസുകൾ. ബേൺ ഇഞ്ചുറീസ് ടു എനി കോസ്, ഇലക്ട്രോക്യൂഷൻ നമുക്ക് പൊള്ളലേറ്റ് വരുന്നതാവാം, അല്ലെങ്കിൽ അടുത്തൊക്കെ അടുപ്പിച്ചിട്ട് അവരെ എന്തെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന കേസുകൾ. ഫിസിക്കൽ അസാൾട്ട് കേസസ്, ഫിസിക്കൽ അസാൾട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ സാധാരണ രീതിയിൽ നിന്നുള്ള വ്യത്യസ്തമായ ശാരീരിക ആക്രമണങ്ങൾ, മറ്റേതെങ്കിലും പേഴ്സണിൽ നിന്ന് ശാരീരിക ആക്രമണങ്ങൾ നേരിട്ടിട്ട് ഹോസ്പിറ്റൽ അഡ്മിഷന് വരുന്ന കേസുകൾ. അനിമൽ അറ്റാക്ക്, സ്നേക്ക് ബൈറ്റ്, അതൊക്കെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ, മൃഗങ്ങളുടെ ആണെങ്കിൽ പാമ്പിന്റെ ഒക്കെ കടിയേറ്റിട്ട് വരുന്നവര്. മാസ് ഫുഡ് പോയിസണിങ് എന്നുവെച്ചാൽ ഭക്ഷണത്തിൽ നിന്ന് വരുന്ന അല്ലെ ഇത്തരത്തിലുള്ള അവസ്ഥകൾ, ഭക്ഷണത്തിൽ നിന്ന് ജീവന് എന്തെങ്കിലും അപായം സംഭവിക്കാൻ സാധ്യതയുള്ള കേസുകളൊക്കെ. കേസ് ഓഫ് സെക്ഷുവൽ അറ്റാക്ക്, ലൈംഗിക അതിക്രമം വരുന്ന കേസുകള്. നിങ്ങൾക്ക് ക്യാച്ച് ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? സസ്പെക്ടഡ് ഓർ ഒബീവിയസ് ക്രിമിനൽ അബോർഷൻ, അതായത് അല്ലെ അബോർഷൻ കേസുകൾ നമുക്കറിയാം അതും ഒരു തരത്തിലുള്ള കുറെ തന്നെയാണ് അല്ലെ. കുട്ടികളെ ആണെങ്കിലും ക്രിമിനൽ ആയിട്ടുള്ള അബോർഷൻ കേസുകൾ ഉണ്ടെങ്കിൽ അത്. ഇഞ്ചുറി കേസസ് വേർ ഫോർപ്ലേ ഈസ് സസ്പെക്ടഡ്, അതായത് എന്തെങ്കിലും അല്ലെ നാളത്തിലുള്ള മുറിവുകൾ, എന്തെങ്കിലും അടിപിടി കേസുകൾ കൊണ്ട് സംശയാസ്പദമായ രീതിയിൽ എന്തെങ്കിലും അടിപിടി കേസുകൾ കൊണ്ട് ആഴത്തിലുണ്ടാകാവുന്ന മുറിവുകളെല്ലാം. ഇഞ്ചുറി കേസ് വേറെ പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് ഇൻ നിയർ ഫ്യൂച്ചർ, അതായത് ഭാവിയിൽ മരണപ്പെടാൻ സാധ്യതയുള്ള സാധ്യതയുള്ള ഇഞ്ചുറി ആണ് ആഴത്തിലുള്ള മുറിവ് കേസുകള്. അൺകോൺഷ്യസ് കേസസ് വേർ റീസൺ ഓഫ് ഇറ്റ് ഈസ് അൺക്ലിയർ, അതായത് അബോധാവസ്ഥയിലാണ് ഒരു കേസ് വന്നിരിക്കുന്നത്, ഇതെന്താണെന്ന് കൃത്യമായിട്ട് തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിലും അല്ലെ സംശയാസ്പദമായ രീതിയിൽ തന്നെ എന്താണ് മെഡിക്കൽ ലീഗൽ കേസ് തന്നെ ആയിട്ടുള്ള രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ബ്രോഡ് ഡെഡ് കേസ് വേറെ ക്രിമിനൽ ഒഫൻസ് ഈസ് സസ്പെക്ടഡ്, അതായത് നമ്മൾക്ക് അല്ലെ എന്തെങ്കിലും മരണ കേസുകൾ ഉണ്ടാവാം, ക്രിമിനൽ കുറ്റം എന്ന് വിശേഷിപ്പിക്കാവുന്ന മരണ കേസുകൾ അല്ലെ. പിന്നെ എന്തായാലും നമുക്കറിയാം സംശയാസ്പദമായിട്ട് മരണത്തിന് കീഴ്പ്പെടുമ്പോൾ അതെല്ലാം ക്രിമിനൽ ആയിട്ടുള്ള എന്തെങ്കിലും കാരണം കൊണ്ടാണ് സംഭവിക്കുന്നതെങ്കിൽ എന്താണ് കേസ് റെഫേർഡ് ഫ്രം കോർട്ട്, അതായത് കോർട്ടിൽ നിന്നും നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കോർട്ടിന്റെ അല്ലെ നമ്മുടെ കോർട്ടിന്റെ കീഴിലുള്ള കേസുകൾ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ ഡോക്ടേഴ്സിന് മുമ്പിൽ അത്തരത്തിലുള്ള പേഷ്യൻസ് വരുമ്പോഴും ഇതേമാതിരി തന്നെ മെഡിക്കൽ ലീഗൽ കേസുകളായിട്ടാണ് പരിഗണിച്ച് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വിധേയമാക്കുന്നത്. ജസ്റ്റ് പോയിന്റ്സ് നോക്കാം, ഏതെങ്കിലും കിട്ടാത്തതാണെങ്കിൽ ചോദിക്കുക.
ക്ലിയർ ആണോ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് ഇതില് ഇതിലെല്ലാം അപ്പൊ ഇത്തരത്തിലുള്ള കേസുകളെല്ലാം അറ്റൻഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അവരവർ ഡ്യൂട്ടി ചെയ്യുന്നതോടൊപ്പം തന്നെ അതിന്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ കൂടി നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുറെ ആക്ടുകൾ നമ്മൾ പറഞ്ഞു അല്ലെ, അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരെ എല്ലാത്തിനെയും കുറിച്ചൊക്കെ അവയർനെസ് വേണമെന്ന് നമ്മൾ പറഞ്ഞു. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു ഇപ്പൊ ഇതൊരു കേസ് പേഷ്യന്റിന്റേതായിട്ടുള്ള കുറച്ച് കേസുകളാണ് നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പോ നമുക്ക് അറിയാം അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ എന്തെങ്കിലും സാലറി കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്റർവെന്റ് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ലീവ് അനുവദിച്ചില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസുകളും കാര്യങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയും അല്ലെ, അവിടെയും അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് നല്ലൊരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം അതിനെ സംബന്ധിച്ച് ആ ഒരു നിയമ നടപടി വശങ്ങളെ കുറിച്ച്. അവർക്ക് കൊടുക്കേണ്ട ബോണസോ അവർക്ക് കൊടുക്കേണ്ട ഗ്രാറ്റുവിറ്റിയോ അല്ലെങ്കിൽ PFO അതേമാതിരി തന്നെ എംപ്ലോയീസിന്റെ കാര്യം മാത്രമല്ല നമുക്കറിയാം മറ്റു അല്ലെ മെഡിക്കലായിട്ടുള്ള ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മാറ്റേഴ്സ് അത് പിന്നെ അതുപോലെ തന്നെ മറ്റേതെങ്കിലും അല്ലെ ഇപ്പൊ ലോ അനുസരിച്ചിട്ട് നിയമങ്ങൾ അനുസരിച്ചിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ ആകുമ്പോൾ അതിന്റെ ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ ലീഗലായിട്ടുള്ള കുറെ നിയമ നടപടികൾക്ക് ശേഷം മാത്രമേ നമുക്ക് പെർമിഷൻ കിട്ടുള്ളൂ അല്ലെ. സാനിറ്റേഷനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെയായിരിക്കും അല്ലെ, ശുചീകരണ പ്രവർത്തന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള പെർമിഷനൊക്കെ കിട്ടും. അപ്പൊ നിയമ നടപടികൾ ഒരു രാജ്യം അല്ലെങ്കിൽ ആ സംസ്ഥാനം അല്ലെങ്കിൽ ആ ലൊക്കാലിറ്റി അത് നൽകുന്ന അവിടെ പാലിക്കേണ്ട കുറെ നിയമങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം പാലിക്കാൻ ഹോസ്പിറ്റലാണെങ്കിലും ബാധ്യസ്ഥരാണ്. അപ്പൊ ആ നിയമങ്ങളെ കുറിച്ചിട്ട് അത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചാണോ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളായിരിക്കും അല്ലെ. അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവിടെയുള്ള വർക്കേഴ്സിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഭാഗത്തുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും. അതല്ലെങ്കിൽ അവിടെയുള്ള അല്ലെ റിസോഴ്സസ് നമ്മൾ പറഞ്ഞ വാട്ടർ ഹ്യൂമൻ റിസോഴ്സ് മാത്രമല്ല അവിടെയുള്ള വെള്ളം വായു അതൊക്കെ പൊല്യൂഷനൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആക്ടുകളെല്ലാം ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ പല രീതിയിലുള്ള ആക്ടുകളുണ്ട്. അതിന്റെ മൊത്തത്തിലൊരു ചാർട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ 1 by 1 ആയിട്ട് പഠിക്കുമ്പോഴാണ് അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുകയുള്ളൂ. വെറുതെ കുറച്ച് അല്ലെ ഇവിടെയുള്ള ആക്ടുകളെ കുറിച്ച് മാത്രം ഇവിടെ കാണിച്ചത് മാത്രമേ ഉള്ളൂ. നമ്മളത് വിട്ടുകളഞ്ഞേരെ നിങ്ങളത് പഠിച്ചു വരുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് ക്യാച്ച് ചെയ്യും. ഓക്കെ, ഇനി ലെജിസ്ലേഷൻ ആപ്ലിക്കബിൾ ടു ഹോസ്പിറ്റൽ. ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റലിന് സ്വീകാര്യമായിട്ടുള്ള അതായത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കുറെ നിയമങ്ങളാണ് ആരെയും പറയുന്നത് അല്ലെ. ജനറൽ ആക്ട് അത് ഇവിടെ പറയുന്ന ജനറൽ ആക്ടുകളാണ്. ആ ആക്ടിന്റെ കീഴിൽ കുറെ ആക്ടുകൾ വരുന്നത്. ജനറൽ ആയിട്ടുള്ള കുറെ ആക്ട് എന്ന് പറയുമ്പോൾ നിയമാവശ്യങ്ങൾ പറയുമ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ആണ്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് എന്ന് പറയുന്നത് 1947 അത് സ്റ്റാർട്ട് ചെയ്തത്. അതിന് പ്രധാനമായിട്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാതെ വ്യവസായ തർക്ക പരിഹാരത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ആക്ട് രൂപം കൊള്ളുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അല്ലെ വ്യവസായശാലയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വ്യവസായ സ്ഥാപനം തന്നെയാണ്. അതിൽ പറയുന്നത് ഹോസ്പിറ്റൽ കംസ് അണ്ടർ ദ ടേം ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയിൽ കീഴിൽ വരുന്ന ഒരു വ്യവസായ സ്ഥാപനം തന്നെയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. Then can be applied when number of employees more than 50. അതായത് 50യോ 50യേക്കാൾ കൂടുതലാവുമ്പോഴാണ് അത് ഇൻഡസ്ട്രി ഡിസ്പ്യൂട്ട് ആക്ടിന്റെ അണ്ടറിൽ വരികയും അതിൽ കുറവാണ് എങ്കിൽ എന്താണെന്ന് നമ്മൾ ഇൻഡസ്ട്രിയൽ വ്യവസായ സ്ഥാപനമല്ല അത്. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രി എന്ന പേര് കിട്ടണമെങ്കിൽ 50 അതിൽ കൂടുതലോ അംഗങ്ങൾ അവിടെ എംപ്ലോയീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അത് ഒരു ഇൻഡസ്ട്രി ആവണമെങ്കിൽ അവിടെ ഉള്ള വർക്കേഴ്സ് എംപ്ലോയീസ് 50 അതിൽ കൂടുതലോ അംഗങ്ങൾ ഉണ്ടായിരിക്കണം. ഇതിന്റെ ലക്ഷ്യങ്ങൾ നോക്കുമ്പോൾ ഒരു നമ്മള് ഇപ്പൊ എന്താ പറയാ ഇപ്പോഴും എവിടെയും ഹോസ്പിറ്റലാണ് അല്ലെ. ഓരോ ഹോസ്പിറ്റലുകൾ അടുത്തടുത്ത് ഇങ്ങനെ ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് അവര് എന്തായാലും ഒരു ലാഭം ലക്ഷ്യോട് കൂടിയിട്ടുള്ള ഒരു ബിസിനസ് സ്ഥാപനമായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആക്ടിന്റെ കീഴിലാണ് വരുന്നതെങ്കിൽ അടുത്തടുത്ത ഹോസ്പിറ്റലൊക്കെ വരുമ്പോൾ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള സാധ്യതകൾ ചിലപ്പോ ആണെങ്കിൽ അവരുടെ സാനിറ്റേഷൻ അല്ലെ ഒരു ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഇഷ്യൂസോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഫെസിലിറ്റിനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ടുകളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഈ ആക്ടിന്റെ കീഴിലാവുമ്പോൾ അത് ഒത്തുതീർപ്പാക്കാനായിട്ട്
ഈ ആക്ടിന്റെ അവരെന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് തന്നെ കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. ഏത് ഹോസ്പിറ്റലാണോ ഈ ആക്ടിന്റെ കീഴിലാണ് വരുന്നതെങ്കിൽ ഈ ആക്ടിൽ പറയുന്ന നിയമ നടപടികളെല്ലാം നമ്മുടെ ഹോസ്പിറ്റൽ പാലിക്കുന്നുണ്ട് എങ്കിൽ എന്ത് മാറ്റേഴ്സ് വന്നാലും അത് നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയെടുക്കാനാണെങ്കിൽ കോടതിയിൽ പോയി നമുക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കാവുന്നതാണ്. അത് തന്നെയാണ് അതിന്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനമായിട്ട് പറയുന്നത് സെക്യൂർ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി. അതായത് സമാധാനത്തോടും കൂടിയിട്ട് ഐക്യത്തോടും കൂടിയിട്ട് അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നുള്ളത്. കാരണം ഇത്തരം ആക്ടിന്റെ നിയമരീതി അല്ലെ അതിനെ കുറിച്ച് നല്ല അവബോധത്തോടു കൂടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. 50-ൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് വ്യവസായത്തിന്റെ അല്ലെ വ്യവസായ സ്ഥാപനം എന്നുള്ള ലേബലിലാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അവർ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു എവിഡൻസ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സെക്യൂർ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി പോകാൻ സാധിക്കും. സെറ്റിൽമെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് എന്തെങ്കിലും വ്യവസായ തർക്കങ്ങൾ ഉണ്ടെങ്കിലൊക്കെ അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്ന് വായിച്ചു നോക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ക്ലിയർ അല്ലേ? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 ഓക്കെ അല്ലേ? നെക്സ്റ്റ് മിനിമം അത് ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. കാരണം നിങ്ങൾ ഈ ആക്ടിന്റെ പേരുകളും ആ ഇയേഴ്സും മസ്റ്റ് ആയിട്ടൊന്ന് എഴുതി വെച്ചേക്കാം. നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു അവബോധം നിങ്ങൾക്ക് ഉണ്ടാവണമല്ലോ. അത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947, മിനിമം വേജസ് ആക്ട് 1948, പേയ്മെന്റ് ഓഫ് അത് ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ക്യാച്ച് ചെയ്ത് നോക്കും. ഒരുപാട് നിങ്ങൾ അതിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ള കുറെ ഇതുകളൊന്നും അവിടെ നിന്ന് കൊടുത്തിട്ടില്ല. കുറെ പോയിന്റ്സുകളുണ്ട് ഓരോ ആക്ടിന്റേതായ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അതില്ല. ജസ്റ്റ് അത് എന്താന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഹെഡ്ലൈൻ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 എന്നുള്ളത് മനസ്സിലാക്കുക. ഇതൊരു വ്യവസായ സ്ഥാപനമാണ്. ഇങ്ങനെ 50-ൽ കൂടുതൽ അംഗങ്ങളാകുമ്പോഴാണ് ഒരു വ്യവസായ സ്ഥാപനമാകുന്നത്. ഇത് പ്രധാനമായിട്ടും എന്താണ് എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവുമ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ടിന് കീഴിൽ ഇത് വരുത്തുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, ആ ഒരു ജസ്റ്റ് ഒരു പോയിന്റ് 3 പോയിന്റ് ഞാൻ പറഞ്ഞുള്ളൂ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 അത് ഒരു ഹോസ്പിറ്റല് ഇൻഡസ്ട്രി തന്നെയാണ്. അത് ഇൻഡസ്ട്രി ആകുന്നതെങ്കിൽ 50-ൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടാവണം. പിന്നെ ആ ഹോസ്പിറ്റലില് എന്തെങ്കിലും അല്ലെ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയിൽ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ആക്ടുകൾ സാധിക്കുന്നു എന്നുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മിനിമം വേജസ് ആക്ട് ആണ്. ഇത് ആർക്ക് അനുകൂലമായിട്ടുള്ള കാര്യമായിരിക്കും മിനിമം വേജസ് ആക്ട് വരുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ഇവിടെ മിനിമം വേജസ് ആക്ട് ആൾക്കാർക്ക് അവിടുത്തെ സ്റ്റാഫ് അല്ലെ, അവിടുത്തെ സ്റ്റാഫുകൾക്ക് എന്താണ് ഓക്കെ എംപ്ലോയീസ് അവിടെയുള്ള ജീവനക്കാർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള ഓക്കെ നിങ്ങൾക്ക് എന്തായാലും ടൈം തരും. നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ഒരുപാട് ടൈം ഉണ്ട്. നമ്മള് 3rd മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ചാപ്റ്റർ 1 by 1 ആയിട്ട് പോകുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ 4th മൊഡ്യൂൾ ഉണ്ട്. 3rd ഉം 4th ഉം കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എക്സാം. അപ്പൊ മിനിമം വേജസ് ആക്ടില് എന്തായാലും നിങ്ങൾ ടൈറ്റേബിൾ തന്നിരിക്കും, സമയത്തിനനുസരിച്ച് തരും. മിനിമം വേജസ് ആക്ടില് 1948 നിങ്ങൾ പറഞ്ഞു ഇതാണ് എംപ്ലോയീസ്. അവിടെയുള്ള എംപ്ലോയീസിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മിനിമം വേജസ് ആക്ട് വരുന്നത്. മിനിമം വേജസ് ആക്ടില് എന്താ പറയുന്നത്? ഒരു മിനിമം വേജസ് അല്ലെ, ഏതൊരു എംപ്ലോയിയും അവിടെ ജോലി ചെയ്യുന്നതനുസരിച്ച് ഒരു തൊഴിൽ നിശ്ചിത കൂലി കിട്ടാൻ അവർ അർഹതപ്പെട്ടതാണ് അല്ലെ. അതാണ് മിനിമം വേജസ് ആക്ട് അനുശാസിക്കുന്നത്. ആ മിനിമം വേജസ് ആക്ടിന്റെ കീഴിലാണ് ഒരു വ്യക്തിയെങ്കിൽ അത് അനുസരിച്ചിട്ട് അവർ ഏത് ഡ്യൂട്ടിയാണോ ചെയ്യുന്നത്
ആ ഡ്യൂട്ടിക്ക് അനുസൃതമായിട്ടുള്ള കൂലി അവർക്ക് കിട്ടിയിരിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ്. മിനിമം വേജസ് ഫിക്സഡ് ഓർ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് വർക്കേഴ്സ്. അതായത് അവിടെയുള്ള വർക്കേഴ്സ് ചിലപ്പോൾ വ്യത്യസ്ത കാറ്റഗറിയിലുള്ള വർക്കേഴ്സ് ആയിരിക്കും. ആ കാറ്റഗറി അനുസരിച്ച് തന്നെ അവർക്ക് മിനിമം വേജസ് അവർക്ക് കിട്ടേണ്ടതാണ്. നെക്സ്റ്റ് പറയുന്നത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952. ഒന്ന് മിനിമം വേജസ് ആക്ട് 1948. സെക്കൻഡ് വൺ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952. ആ ആക്ട് പ്രകാരം എന്താ പറയുന്നത്? എംപ്ലോയർ ഈസ് നീഡഡ് ടു റിക്കവർ ഫ്രം ഇറ്റ്സ് എംപ്ലോയീസ് at stipulated rate, donate and equal amount as the employers share and credit the fund regularly with the government. അതായത് PF അല്ലെ പറഞ്ഞു കഴിഞ്ഞാൽ PF കിട്ടുക എന്നുള്ളത് സാധാരണയായിട്ട് എംപ്ലോയറും ഒരു വിഹിതം അതേപോലെ തന്നെ എംപ്ലോയിയുടെയും ഒരു വിഹിതം ഒന്നിച്ചിട്ട് അല്ലെ അത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എപ്പോഴാണോ അവർക്ക് PF അനുകൂലമായിട്ട് കിട്ടേണ്ടത് ആ ടൈമിൽ ഒന്നിച്ച് അല്ലെ ഈ തുകകൾ എല്ലാ മാസം ഇങ്ങനെ പിടിച്ചു വെക്കുന്ന തുകകൾ ഒന്നിച്ച് പിന്നെ നിശ്ചിത സമയത്ത് PF കിട്ടാൻ അർഹതപ്പെടുന്നത് അനുസരിച്ചിട്ട് തന്നെ അവർക്ക് കൊടുക്കാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു എന്നത്. അപ്പൊ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952 നിയമപ്രകാരമാണ് ഇങ്ങനെയുള്ള കാര്യം ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ അതിലും ഇങ്ങനെ പറയുന്നുണ്ട് ക്യാൻ ബി അപ്ലൈഡ് നമ്പർ ഓഫ് എംപ്ലോയീസ് 20 more. അതായത് 20 20 കൂടുതലോ അംഗങ്ങളാവുമ്പോഴാണ് PF ഒക്കെ കിട്ടാനായിട്ട് അർഹതപ്പെടുന്ന ഒരു തൊഴിലിടമായി മാറുന്നത്. ഇങ്ങനെ PF കിട്ടണമെങ്കിൽ സാധാരണ രീതിയിൽ എംപ്ലോയി ഒരു വിഹിതം സാലറിക്ക് അനുസൃതമായിട്ടുള്ള ഒരു വിഹിതം എംപ്ലോയർ എടുക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഓരോ എംപ്ലോയീസും അവരുടെ നിശ്ചിത ഒരു തുക ഒന്നിച്ച് തന്നെ അല്ലെ അതനുസരിച്ചിട്ട് ഒന്നിച്ച് തന്നെ ഇവര് അല്ലെ നിക്ഷേപിച്ചിട്ട് അവസാനം എപ്പോഴാണോ ചിലപ്പോൾ നമുക്കറിയാം ഗവൺമെന്റ് ഫീൽഡിലുള്ളവരൊക്കെ PF ലോൺ ഒക്കെ നേരത്തെ അപ്ലൈ ചെയ്യും. അവർ ചിലപ്പോ റിട്ടയർമെന്റിന് മുമ്പേ തന്നെ PF ഒക്കെ കുറച്ചൊക്കെ മേടിച്ചിട്ട് എന്താ എപ്പോഴാണോ അവർക്ക് ആവശ്യപ്പെടുന്നത് ചില ടേംസിന് ശേഷമായിരിക്കും ഇങ്ങനെയൊക്കെ ആവശ്യപ്പെടാനായിട്ടുള്ള സാധ്യത ഉണ്ടാവുക. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇതിനകത്ത് പറയുന്നില്ല. അത് ഞാൻ ജസ്റ്റ് പറയുന്നത് ആ ഹെഡ്ലൈൻ പഠിക്കുക, ഇയർ പഠിക്കുക, എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. PF എന്താണുള്ളത്? എംപ്ലോയറും എംപ്ലോയിയും ഒരു നിശ്ചിത കോൺട്രിബ്യൂഷൻ ഒന്നിച്ച് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. അതൊരു നിശ്ചിത ടൈം കഴിയുമ്പോഴാണ് ഇവർക്ക് എംപ്ലോയീസിന് കിട്ടുന്നത്. അത് എങ്ങനെയുള്ള പേഴ്സൺസ് ആണ്, എങ്ങനെയുള്ള സ്ഥാപനത്തിലാണ് ഈ PF-നൊക്കെ സാധ്യതയുള്ളത്? അത് 20 20 കൂടുതൽ അംഗങ്ങളോ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലാണ് PF-ന് സാധ്യതയുള്ളത്. എന്താ പറയുന്നത്? നോൺ കംപ്ലൈന്റ് ഈസ് പണിഷബിൾ ബൈ ഇംബേഴ്സ്മെന്റ്. ഇൻ കേസ് PF ഒന്നും കൃത്യമായിട്ട് കൊടുത്തില്ല എങ്കിൽ അല്ലെങ്കിൽ മിനിമം വേജസ് ഒന്നും കൃത്യമായിട്ട് കൊടുത്തില്ല എങ്കിൽ എന്താണ് പണിഷ്മെന്റുകൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ചിലപ്പോൾ ജയിൽ ശിക്ഷ വരെ എംപ്ലോയർ നേരിടേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. തൊഴിലുടമ അല്ലെങ്കിൽ സ്ഥാപനം നടത്തുന്നവര് അതിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. 2 ആക്ടുകൾ ഇതിൽ കടന്നു പോയിട്ടുണ്ട്. മിനിമം വേജസ് ആക്ട് 1948, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952. നെക്സ്റ്റ് വായിച്ച് നോക്കാം. The credited fund regularly with the government. ഗവൺമെന്റിലേക്ക് മൊത്തമായിട്ട് അല്ലെ ഈ 2 കോൺട്രിബ്യൂഷൻ ക്രെഡിറ്റ് ചെയ്തിടേണ്ടതാണ്. സമയത്തിനനുസരിച്ചിട്ട് ഇവർക്ക് റിക്കവർ ചെയ്ത് കൊടുക്കേണ്ടതാണ്, തിരിച്ചെടുത്ത് കൊടുക്കേണ്ടത്. എപ്പോഴാണ് PF ആവുന്നത്, സാങ്ഷൻ ആവുന്നതനുസരിച്ചിട്ട് തന്നെ അവർക്ക് കൊടുക്കേണ്ടതാണ്. ക്ലിയർ ആണോ? വായിച്ചു നോക്കാം. നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. ചെറിയ ആക്ടുകളാണ്. ആക്ടുകൾ വലുതായിരിക്കും, നമുക്ക് കുറച്ച് ഭാഗം മനസ്സിലാക്കിയാൽ മതി. പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്. ബോണസ് എപ്പോഴാ കിട്ടുക? ബോണസ് ആക്ട് ബോണസ് ആർക്കാ കിട്ടുക? ബോണസ് എംപ്ലോയിക്ക്. അത് എപ്പോഴൊക്കെ ആയിരിക്കും ബോണസ് കിട്ടുക? എല്ലാ മാസവും കിട്ടും ബോണസ്?
ബോണസ് കിട്ടുക അല്ലെ. ഏതെങ്കിലും ഓണം അങ്ങനെയൊക്കെയുള്ള ഫെസ്റ്റിവൽ സീസണിലൊക്കെ ആയിട്ടായിരിക്കും ഈ ബോണസ് എംപ്ലോയീസ് അവിടെയുള്ള തൊഴിലാളികൾക്ക് ലഭ്യമാകും. ഈ ആക്ടുകള് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോ. കാരണം ആക്ടുകളുടെ ചോദ്യങ്ങള് ചിലപ്പോഴെങ്കിലും അല്ലെ, എന്നാലും എല്ലാമെങ്കിലും കുറച്ച് ഇടയ്ക്കൊക്കെ ചോദിക്കാം. ഇയർ വെച്ചിട്ട് ചില ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് പ്രത്യേകതയുള്ളത്. നമ്മളെല്ലാവരും ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെ, ജോലിക്ക് പഠിക്കുന്നവരാകാം. അപ്പൊ ഇതിന്റെയൊക്കെ പ്രത്യേകത ജോലികൾക്ക് നേടുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് അവബോധം നമുക്ക് ഉണ്ടാവുന്നത് നല്ലതല്ലേ. അവിടെ നിങ്ങൾ പഠിക്കുന്നത് അവിടെ ഇല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ളത് എപ്പോഴും നമ്മൾ കുറച്ച് അറിവ് നമ്മളെ ജനറലായിട്ട് നേടിയെടുക്കുന്നത് നല്ലതാണ്. കാരണം എവിടെ പോയാലും ചില കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ നമുക്ക് ഈ നോളജ് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള നോളജ് നിങ്ങൾ നേടിയെടുക്കുന്നത് നല്ലതാണ്. എക്സാമൊക്കെ നമുക്ക് ഓൺലൈനിൽ തന്നെയാണല്ലേ, എക്സാം നമ്മൾക്ക് ഓൺലൈനിൽ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഈ ഇയേഴ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഒരുപാടൊന്നും പറയുന്നില്ല, കുറച്ച് പറയുന്നത്. പിന്നെ കുറച്ച് ഫീൽഡുകളെല്ലാം മെഡിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച്, പിന്നെ എല്ലാ കാര്യങ്ങളും ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ ഫീൽഡുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കും അല്ലെ. അത് മെഡിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുമ്പോൾ അത് ഓർത്തിരിക്കും. ജോലിക്ക് എക്സാമിന്റെ കാര്യം തന്നെയാണ് നിങ്ങൾ എപ്പോഴും ചോദിക്കുന്നത്. എക്സാമിന്റെ ഒക്കെ സമയമാവുന്നേ ഉള്ളൂ. ഇപ്പൊ തേർഡ് മൊഡ്യൂളല്ലേ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഫോർത്ത് മൊഡ്യൂൾ കൂടി കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് തേർഡ് ഫോർത്ത് മൊഡ്യൂളിനെ കുറിച്ചുള്ള ഇത് വരികയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് നോക്കാം എന്താണ് ഇപ്പൊ ഞാൻ 2 ആക്ട് പറഞ്ഞത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചിട്ടുണ്ടാവും. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947, മിനിമം വേജസ് ആക്ട് 1948. പിന്നെ ഉള്ളത് പേയ്മെന്റ് ബോണസ് ആക്ട് ആണ്. ഞാനിപ്പോ ഒരു 3-4 ഇല്ലേ ഇതെല്ലാം എടുത്ത് തീർക്കാനൊന്നും പറ്റില്ല. ഒരു 5-3-4 ഞാൻ എടുത്തുള്ളൂ. അപ്പൊ തന്നെ നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്ത് പോകാം. മിനിമം വേജസ് ആക്ട് 1948 പറഞ്ഞു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952 പറഞ്ഞു. ഇനി പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് അതെല്ലാം 1965 ആണ്. ബോണസ് നിങ്ങൾ പറഞ്ഞു ഇങ്ങനെയുള്ള അല്ല ഫെസ്റ്റിവൽ സീസണിലുള്ള ഓണത്തിനൊക്കെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എങ്ങനെയുള്ള എംപ്ലോയീസ് ഇത്തരത്തിലുള്ള പേഴ്സൺസ്, അതായത് ഒരു സ്ഥാപനം 40-ൽ കൂടുതലോ അംഗങ്ങൾ എംപ്ലോയീസ് ഉണ്ട് എങ്കിലാണ് ബോണസ് ആക്ടിന്റെ അണ്ടറിൽ വരാനായിട്ട് സാധിക്കുകയുള്ളൂ. വീണ്ടും ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ചാരിറ്റബിൾ ഓർ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ് ആർ സെപ്പറേറ്റ് എന്ന് വെച്ചാൽ അത് സെപ്പറേറ്റ് ആണ്. അതായത് അവര് ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ടാണ് സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അവിടെ ബോണസ് എംപ്ലോയീസിന് ആരംഭിക്കാൻ തരത്തിലുള്ള ബോണസിന് അർഹത ഇല്ല എന്നതാണ്. ചാരിറ്റബിൾ ഓർ നോൺ പ്രോഫിറ്റുകൾ ലക്ഷ്യമില്ലാതെ സേവനം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് തുടങ്ങിയിരിക്കുന്ന ഹോസ്പിറ്റലാണെങ്കിലും ബോണസിന് അർഹത ഇല്ല എന്നുള്ളതാണ്. അവിടെ പറഞ്ഞ എംപ്ലോയീസിന്റെ എണ്ണം 40-40 കൂടുതൽ അംഗങ്ങൾ വരുമ്പോഴാണ് ബോണസിന് അർഹതപ്പെടുന്നത്. വീണ്ടും ഉള്ളത് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1970. ഇത് എങ്ങനെയാണ് ഗ്രാറ്റുവിറ്റി കിട്ടുന്നത്? എപ്പോഴാണ്? പറഞ്ഞു പോകണം. പറഞ്ഞു പോകാം. എന്താണ് ഗ്രാറ്റുവിറ്റീസ് പേയബിൾ ടു എംപ്ലോയി അറ്റ് 50 days pay for every completed year service the time of his or her superannuation or death. ഓക്കെ, നമ്മളിപ്പോ ഗ്രാറ്റുവിറ്റിക്ക് അർഹതപ്പെടുന്നത് നമ്മൾ ആ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതാണ്, അല്ലെങ്കിൽ ഡെത്ത് സംഭവിക്കും. അതായത് നമ്മൾ ആ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ എന്നുള്ളതിന്റെ പ്രത്യേകത, ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ നിന്ന് 2-3 വർഷം വർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് പിരിഞ്ഞ് അടുത്ത സ്ഥാപനത്തിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉള്ള പേഴ്സൺസിന് കിട്ടില്ല. മിനിമം ഒരു 5 വർഷമെങ്കിലും നമ്മൾ അവിടെ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് പിരിഞ്ഞു പോകുന്ന അവസ്ഥ വരികയാണെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം അല്ലെ, റിട്ടയർമെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് പിരിച്ചു പോവുകയൊക്കെ ആണെങ്കിൽ അവർക്ക് ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരം 1972 ആക്ട് പ്രകാരം അവർക്ക് ഇതിനുള്ള അർഹതയുണ്ട് ഗ്രാറ്റുവിറ്റിക്ക്. അത് എന്താ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഗ്രാറ്റുവിറ്റി ഇസ് പേയബിൾ ടു എംപ്ലോയീസ് അറ്റ് 15 days of pay for every completed year of service at the time of, അതായത് 15 ദിവസത്തെ പേയ്മെന്റ്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കൃത്യമായിട്ട് ഗ്രാറ്റുവിറ്റി ആയിട്ട് അനുവദിക്കുന്നത്. Gratuity is payable employees at 15 days pay for every completed year of his service at the time of his or
അതായത് സസ്പെൻഷൻ ഓർ ഡെത്ത്. അതായത് സൂപ്പർ ആനുവേഷൻ എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകം പിന്നെ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് റിട്ടയർമെന്റ് റിട്ടയർമെന്റ് ആവാം, അതല്ലെങ്കിൽ നമുക്കല്ലാതെയും റിട്ടയർമെന്റ് വരാം. ഇപ്പൊ ഇൻ കേസ് 2 വർഷം നിന്നിട്ട് റിട്ടയർമെന്റ് എടുത്തു കഴിഞ്ഞിട്ട് കാര്യമില്ല, ഒരു മിനിമം 5 വർഷമൊക്കെ കഴിഞ്ഞിട്ട് വോളണ്ടറി റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തികൾക്ക് ഗ്രാറ്റുവിറ്റി കിട്ടാനുള്ള അർഹത. ഇനി ഇവിടെയും ഉണ്ട് എംപ്ലോയീസ്, എന്തോരം എംപ്ലോയീസ് ഉണ്ടെങ്കിൽ എംപ്ലോയീസ് 10 or more, 10 അതിൽ കൂടുതലോ എംപ്ലോയീസ് ഉള്ള സ്ഥാപനങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള ഗ്രാറ്റുവിറ്റി കിട്ടാനുള്ള അർഹതയുള്ളൂ. Then can be applied 5-year service completed workers. അതായത് അവിടെ 5 വർഷമെങ്കിലും മിനിമം അവിടെ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ഉണ്ടായിരിക്കണം. 1 year in case of death. ഇൻ കേസ് ഡെത്ത് സംഭവിക്കാനുള്ള 1 വർഷമെങ്കിലും ജോലി ചെയ്ത ഒരു പേഴ്സൺ ആണെങ്കിൽ അവർക്ക് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ട് എന്നുള്ളതാണ്. ക്ലിയർ ആണോ? വായിച്ചു നോക്കുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936. നമ്മൾ കുറച്ച് പറഞ്ഞത് എന്താണ്? 47 പറഞ്ഞു, 48 പറഞ്ഞു, 65 പറഞ്ഞു, 72 പറഞ്ഞു. അതിനിടയിലാണ് നമ്മൾ 1936 പറഞ്ഞത് അല്ലെ? 1936 എന്ന് പറയുമ്പോൾ ഏറ്റവും മുന്നത്തെ ഒരു ആക്ട് ആയിട്ടുണ്ട് അല്ലെ? പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. പേയ്മെന്റ് ഓഫ് വേജസ് ആക്ടിൽ എന്താ പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് വേജസ് ദാറ്റ് ഷോസ് ഓൾ ഡീറ്റെയിൽസ്. അതായത് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ടിന്റെ പ്രകാരം നമ്മൾ എവിടെയെങ്കിലും ഒരു തൊഴിലിന് പോയി കഴിഞ്ഞാൽ നമുക്കുള്ള തൊഴിലിന്റെ ആ ഒരു സാലറി സ്റ്റേറ്റ്മെന്റ് അത് മസ്റ്റ് ആയിട്ട് തന്നെ കാണിക്കേണ്ടത്. ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും നമുക്ക് നിയമപരമായിട്ടുള്ള ഇത് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആണ് എവിഡൻസ്. സാധാരണയായിട്ട് എവിടെയും ജോലി സ്ഥാപനങ്ങളിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. ആ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടായിരിക്കണം അവിടെ കൂലികൾ കൊടുക്കേണ്ടത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഓഫ് വേജസ് ദാറ്റ് ഷോസ് ഓൾ ഡീറ്റെയിൽസ്. നമുക്കറിയാം ഓവർ ടൈം ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, അതല്ലെങ്കിൽ ഇങ്ങനെ ലീവ് വിത്ത് പേ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഡീറ്റെയിൽസ്, അങ്ങനെ സാലറിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഈ സാലറി സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരുന്നു. ഇതാണ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936 അനുശാസിക്കുന്നത്. Then വീണ്ടും പറയുന്നു വേജസ് മസ്റ്റ് ഹാവ് പെയ്ഡ് ഡ്യൂറിംഗ് ഫസ്റ്റ് 7 days ഓഫ് എ മന്ത്. അതായത് മന്തിന്റെ ആദ്യത്തെ 7 ദിവസത്തിനുള്ളിൽ മസ്റ്റ് ആയിട്ടും അവരുടെ സാലറി തിരിക്കണം എന്നുള്ളത്. വേജസ് മസ്റ്റ് ഹാവ് പെയ്ഡ് ഡ്യൂറിംഗ് ഫസ്റ്റ് ഡേ ഓഫ് എ മന്ത്. മന്തിന്റെ ഫസ്റ്റ് 7 days തന്നെ സാലറികൾ മസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ വേജസ് ആക്ടിന്റെ അണ്ടറിലുള്ള സ്ഥാപനങ്ങളാകുമ്പോൾ 1936 പ്രത്യേകിച്ച് വേറെ ഒരു കാര്യങ്ങളൊന്നും അന്നത്തെ പറഞ്ഞിട്ടില്ല. വേജസ് ആക്ടിന്റെ കീഴിൽ വരുന്നതാണ് എങ്കിലും തീർച്ചയായിട്ടും അവിടെ എന്താണ് സ്റ്റേറ്റ്മെന്റ് കാണിച്ചിരിക്കണം, സാലറി സ്റ്റേറ്റ്മെന്റ് കാണിച്ചിരിക്കണം. അതേമാതിരി തന്നെ സാലറി അല്ലെ മന്തിന്റെ വേജസ് മസ്റ്റ് ഹാവ് പെയ്ഡ് ഡ്യൂറിംഗ് ഫസ്റ്റ് 7 days ഓഫ് മന്തിന്റെ ആദ്യ 7 ദിവസത്തിനുള്ളിൽ സാലറി കൊടുത്തിരിക്കുന്നത്. വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചോദിക്കാം.
ക്ലിയർ ആണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1940. നോക്കാം എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948. ഇൻഷുറൻസ് എന്ന് പറയുമ്പോഴും എന്താണത്, ആർക്കാണ് അത് ബന്ധപ്പെടുന്നത്? സ്റ്റാഫുകൾക്ക് ഇൻഷുറൻസ്, അതിന്റെ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എല്ലാം ഇൻഷുറൻസ് കിട്ടാറുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വരുമ്പോൾ ഇൻഷുറൻസ് ആക്ട് എന്ന് പറയുമ്പോൾ അവിടെയുള്ള എംപ്ലോയീസ്, അവിടെയുള്ള വർക്കേഴ്സിന് ഇതേമാതിരി നമുക്കറിയാം ഹോസ്പിറ്റലിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവിച്ചിരിക്കുന്നു. അത് മാത്രമല്ല മറ്റു ആ ഇൻഷുറൻസ് സ്കീമിൽ വരുമ്പോൾ അവിടെയുള്ള വർക്കേഴ്സിന്റെ നമുക്കറിയാം അവരുടെ ഹസ്ബൻഡ് ആണെങ്കിലും അല്ലെങ്കിൽ വൈഫ്, അവരുടെ ആ ഒരു ബ്ലഡ് റിലേഷനുള്ള കുറച്ച് പേർക്ക് അല്ലെ മെമ്പേഴ്സിന്, അതേപോലെ തന്നെ പാരന്റ്സിന്, അതോടൊപ്പം തന്നെ കുട്ടികൾക്കെല്ലാം തന്നെ ഇൻഷുറൻസ് പാക്കേജ് ESI ഒക്കെ അവര് പ്രൊവൈഡ് ചെയ്യും. മെഷർ സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് സാധാരണയായിട്ട് ഫസ്റ്റ് ഇതിൽ വരുന്ന കാര്യം മെഷർ ഓഫ് സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. അതായത് എത്രത്തോളം വ്യക്തികൾക്കാണ് ഈ ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ബ്ലഡ് റിലേഷൻ ആയിട്ടുള്ള അവിടെ വർക്ക് ചെയ്യുന്നവരെ ബ്ലഡ് റിലേഷൻ ആയിട്ടുള്ള വ്യക്തികൾക്ക് തന്നെ ഇൻഷുറൻസിന്റെ ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കും. provides financial and medical benefits to the industrial employees as a precaution against sickness, maternity and employment related injuries. സാധാരണയായിട്ട് അല്ലെ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനാണ് ഇതിൽ സാധാരണയായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പ്രസവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ഇഞ്ചുറീസ്, എന്തെങ്കിലും അപകടങ്ങളും മുറിവുകളും കാര്യങ്ങളൊക്കെ ചതവോ എന്താണെങ്കിലും അല്ലെ എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് പാക്കേജ് ബന്ധപ്പെട്ടുള്ള എന്താണ് മെഡിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അതനുസരിച്ചുള്ള പേയ്മെന്റ് കിട്ടുമെന്നുള്ളതാണ്. Then employer contribute 4% of total wages. അതായത് ഒരു 4% അവരുടെ വേജ് ബില്ലിൽ ഒരു 4% എങ്കിലും എംപ്ലോയർ അവർക്ക് കോൺട്രിബ്യൂട്ട് കൊടുക്കും. Then ESI is not applicable if hospitals are providing complete and free treatment to employees and dependents. അതായത് നമുക്ക് ESI ആപ്ലിക്കബിൾ അല്ലാതെ വരുന്ന കേസുകളുണ്ട്. നമ്മള് പ്രധാനമായിട്ടും ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വ്യവസായ ജീവനക്കാർക്ക് അസുഖം അല്ലെ, അത് വരുമ്പോഴും നമുക്കറിയാം ഇത്തരത്തിലുള്ള സാധ്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് കൊടുത്തുവരും. ഇനി തൊഴിലുടമ മൊത്തത്തിലുള്ള വേതനത്തിന്റെ സാമ്പത്തികത്തിൽ നിന്നാണ് സാധാരണ ആ മൊത്തത്തിലുള്ള വേതനത്തിന്റെ 4% ആണ് കൊടുക്കുന്നത്. ഇതിൽ വീണ്ടും പറയുന്നത് എംപ്ലോയീസ് not applicable if hospitals are providing complete and free treatment to employees and dependents. ജീവനക്കാർക്കും ആശ്രിതർക്കും എല്ലാം സൗജന്യമായ ചികിത്സ നൽകുകയാണ് എങ്കിൽ ESI പിന്നെ ബാധകമാവണമെന്നില്ല. ESI നോട്ട് ആപ്ലിക്കബിൾ. സാധാരണയായിട്ട് ഹോസ്പിറ്റലില് എല്ലാം തന്നെ അല്ലെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എങ്കിൽ ESI നമ്മൾ നേരത്തെ പറഞ്ഞ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് ബാധകമാക്കില്ല. കാരണം ഓരോ ഹോസ്പിറ്റല് മൊത്തമായി തന്നെ എല്ലാ ചികിത്സയും പൂർണ്ണമായിട്ട് ഈ ആശ്രിതർക്കും അവിടെയുള്ള വർക്കേഴ്സിനും ഇത്തരത്തിലുള്ള ചികിത്സ പൂർണ്ണമായിട്ട് വഹിക്കുന്ന ഹോസ്പിറ്റലുകളാണ് എങ്കിൽ ESI ബാധകമാകണമെന്നില്ല എന്നുള്ളതാണ്. ദെൻ മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് അതില് പ്രധാനമായിട്ട് പറയുന്നത് എന്താണോ അത് മെഡിക്കലായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊഫഷണൽ ആയിട്ട്, അതായത് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണലുണ്ട്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ആക്ടുകളുണ്ട്. അത് മറ്റൊരു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അത് ഇതിന്റെ പോയിന്റിൽ വരുന്ന ഒരു പോയിന്റ് അല്ല മെഡിക്കൽ പ്രൊഫഷണൽ ആക്ടുകൾ. ഓക്കെ, ഈ ഒരു ESI വരെയാണ് നമ്മുടെ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്. ESI ആക്ടില് വരുന്നത് മെഷർ ആൻഡ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്, ഫിനാൻഷ്യൽ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇതിലുള്ള ഈ ആക്ടിന്റെ സേവനം കിട്ടുന്നത്. പിന്നെ ഇതിലെ പ്രധാനമായിട്ട് എംപ്ലോയർ 4% ടോട്ടൽ വേജ് ബില്ലിന്റെ ഒരു 4% പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നും പറയുന്നു. പിന്നെ ESI നോട്ട് ആപ്ലിക്കബിൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള പേഴ്സൺസ് അതായത് ഫുള്ളി ഇങ്ങനെ ഇതിന്റെ പേയ്മെന്റ് എല്ലാം വഹിക്കുന്നവരാണ് എങ്കിൽ വീണ്ടും ഇതിന് പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ പ്രത്യേകിച്ച് കൊടുക്കുന്നില്ല എന്നുള്ളത്. സാധാരണ ചില ഹോസ്പിറ്റലുകളിൽ
ചില ഹോസ്പിറ്റലിൽ എല്ലാ ചികിത്സയും പ്രദാനം ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് പിന്നെ പ്രത്യേകം വേറെ ആക്ടിന്റെ വരുന്നതായി. നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. വായിച്ചു നോക്കാം. എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ആർട്ടുകളും ആർട്ടുകളുടെ ഇയേഴ്സും മസ്റ്റായിട്ട് പഠിച്ചു പോവുക. അല്ലെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.